ഹലോ, ഇത് നമ്മുടെ കാശ്മീർ റോസ് മേലെ കൊണ്ട് വെച്ചപ്പോഴുണ്ടായിരുന്നിട്ടുള്ള ആദ്യത്തെ ഒരു ലുക്കാണ്. താഴെ ഇരുന്ന് അത്യാവശ്യം കുഴപ്പമില്ല നിൽക്കുകയായിരുന്നു. പെസ്റ്റ് അങ്ങനെ വലുതായിട്ടൊന്നും ആക്രമിച്ചിട്ടുണ്ടായില്ല. പക്ഷേ നല്ല റോസുകളെല്ലാം മാറ്റി മുകളിലേക്ക് വെച്ച ടൈമിൽ ഇതിനെയും അതിന് മുകളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടായിരുന്നത്, നീണ്ട് വളർന്നിട്ടാണ് ഉണ്ടായിരുന്നത്. പൊതുവേ എന്നെ സംബന്ധിച്ച് എനിക്ക് നീണ്ട് വളർന്നിട്ട് പോകുന്ന പ്ലാന്റ്സിനോട് താല്പര്യം കുറവാണ്. ക്ലൈമ്പിംഗ് റോസിനോട് അത്ര വലിയ താല്പര്യമില്ലാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ബുഷാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെയാണുള്ളത്. അത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടും ബുഷായിട്ടും നിൽക്കുന്നുണ്ട്. നീണ്ടു വളർന്നു പോകുന്ന കമ്പുകളെ കട്ട് ചെയ്ത് കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ എല്ലാ മാസവും ആദ്യം വളം കൊടുക്കുക. അതിനുശേഷം ഇപ്രാവശ്യം ഞാൻ ഇവർക്ക് ആർക്കും തന്നെ DAP ഒന്നും ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. സാധാരണഗതിയിൽ DAP, NPK, പൊട്ടാഷ് മിക്സ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ ഈ ഒരു മാസം ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മുടെ വാട്ടറിങ് ഫെർട്ടിലൈസേഴ്സ് എല്ലാം തന്നെ എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. അതുപോലെ ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ് ഇതെല്ലാം മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ ഇരിക്കുന്നത്. കുറച്ചൊരു റൂഫിൻ്റെ താഴെയായിട്ടും പിന്നെ നല്ല വെയിലും അടിക്കുന്ന ഒരു സ്ഥലത്താണ്. പിന്നെ പെസ്റ്റിൻ്റെ അറ്റാക്ക് തീരെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ മേളിൽ എത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ കെയർ ചെയ്തത്. റോസിൻ്റെ മുകളിൽ നിന്നും താഴെ നിന്നും ഡൈബാക്ക് ഇഷ്യൂസ് വരുന്നതിനെക്കുറിച്ച് ഇപ്പോൾ കുറച്ച് പേരായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വരാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്നാണെങ്കിൽ പൊതുവേ അത് കട്ട് ചെയ്ത് കൊടുത്ത് വീണ്ടും വീണ്ടും താഴേക്ക് സ്പ്രെഡ് ആകാറുണ്ട്. ചിലപ്പോൾ രക്ഷപ്പെടും. അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. അതാണ് ഈ ഡൈബാക്ക് ഇഷ്യൂസിൻ്റെ കുഴപ്പം. താഴെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്താ ചെയ്യാമെന്ന് യാതൊരു ഐഡിയ ഇല്ല. എല്ലാ വീക്കിലും ഒരു ദിവസം സാഫ് ഇതേപോലെ മിക്സ് ചെയ്ത് പുറമേ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ എല്ലാ ആഴ്ചയിലും സാഫ് സ്പ്രേയറിലാക്കിയിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഡൈബാക്ക് ഇഷ്യൂവിനെ ചെറുത്ത് നിർത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗം. അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നടപടി. ഈ അടിയിൽ നിന്നും ഡൈബാക്ക് വരുന്നതിനെക്കുറിച്ച് അതിൻ്റെ എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ.